വടക്കൻ ഗാസയിലെ ബൈത്ത് ഹാനൂനിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ കനത്ത പോരാട്ടം. ഇസ്രായേൽ സൈന്യത്തിന് ഹമാസ് കാര്യമായ നാശം സൃഷ്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കരയുദ്ധത്തിൽ തിരിച്ചടി നേരിട്ടതോടെ ഇസ്രായേൽ സിവിലിയൻ കെട്ടിടങ്ങൾക്കുമേൽ ബോംബ് ആക്രമണം നടത്തി. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ശക്തമായ പോരാട്ടം നടന്ന സ്ഥലമാണ് ബൈത്ത് ഹാനൂൻ. ഇവിടെ ഹമാസിനെ പൂർണ്ണമായി തുരത്തി നിയന്ത്രണം ഏറ്റെടുത്തെന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. വടക്കൻ ഗാസയിൽ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചിടങ്ങളിലെല്ലാം ഹമാസ് ശക്തമായി തിരിച്ചുവരുന്നു. 2 ദിവസത്തിനിടെ 30 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ തെക്കൻ ഗാസയിലെ റഫയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഗാസ സിറ്റിയിൽ 10 കുട്ടികൾ ഉൾപ്പെടെ 16 പേരെ കൊലപ്പെടുത്തി. സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 8 പേരെ വധിച്ചു. ഗാസയിൽ 24 മണിക്കൂറിനകം 91 പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകൾ 35,800 കവിഞ്ഞിട്ടുണ്ട്. 80,998 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഗാസയിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്ന റഫയിൽ ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനം നിർത്താൻ ഉത്തരവിടണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥനയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വെള്ളിയാഴ്ച വിധി പറയും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ഹമാസിനെതിരായ ഇസ്രായേൽ സൈനിക നടപടി നിർത്തലാക്കണമെന്നും ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞയാഴ്ച ICJയെ സമീപിച്ചിരുന്നു. തീരപ്രദേശത്ത് പലസ്തീനുകളുടെ നിലനിൽപ്പ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ദക്ഷിണാഫ്രിക്ക അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ കൊണ്ടുവന്ന ഒരു വലിയ കേസിന്റെ ഭാഗമാണ് ഈ അഭ്യർത്ഥന. ഇസ്രായേൽ വിധിയുടെ അനന്തരഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതായി വ്യാഴാഴ്ച നിരവധി ഇസ്രായേലി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇത് റഫയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ യുദ്ധം പൂർണ്ണമായും നിർത്തുന്നതിനോ ഉള്ള ഒരു വിധിയായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കായുള്ള ഏറ്റവും ഉയർന്ന UN ബോഡിയായ UNAയുടെ വിധികൾ ബാധ്യസ്ഥമാണ്. ഒരു തീരുമാനം നടപ്പിലാക്കാൻ അതിന് അധികാരമില്ല. എന്നിരുന്നാലും ഈ തീരുമാനത്തിന് അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. ഹമാസിനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഇത് ഇടയാക്കും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ നേതാക്കളെയും ഹമാസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തിങ്കളാഴ്ച പറഞ്ഞതിനു ശേഷം ICJ വിധി ഇസ്രായേലിന്മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ICJ വിധിക്കു മുൻപ് ഒരു ഇസ്രായേലി സർക്കാർ വക്താവ് ഗാസയിലെ തന്റെ രാജ്യത്തിന്റെ സൈനിക നടപടിയെ ധിക്കരിച്ചു. ഭൂമിയിലെ ഒരു ശക്തിയും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ നിന്നും ഗാസയിലെ ഹമാസിനെ പിന്തുടരിൽ നിന്നും ഇസ്രായേലിനെ തടയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം റഫേലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസ് പോരാളികളുമായി ഇസ്രായേൽ സൈന്യം അടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ഗാസ മുനമ്പിൽ ഉടനീളം വ്യോമാക്രമണത്തിനും കരയിലും 60 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥരും ഹമാസ് മാധ്യമങ്ങളും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.